വെൽക്കം ബാക്ക്. കണ്ണാടിയൊക്കെ ചേർന്നത് ഇത് ഇവരെ കാണിച്ചാൽ ഈ സാധനം ഇത്രയേ ഉള്ളൂ. ഞാനാണെ ആറടി പൊക്കമുണ്ട്. അത് കാരണം ഈ സാധനത്തിനകത്ത് വെച്ചാലും എൻ്റെ പകുതി വരെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഗൈസ് നമുക്കൊരു 7.5 മണിക്കൂർ ഷിഫ്റ്റ് ഉണ്ട്. എൻ്റെ ഷോപ്പിലല്ല, വേറൊരു ഷോപ്പിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് നടത്താൻ ചിലപ്പോൾ എൻ്റെ ഷോപ്പിലായിരിക്കും. ഇപ്പോൾ സമയം 6 മണിയായി. ഞാൻ 5:30 എഴുന്നേറ്റാണ്. എന്തൊക്കെ പാടാന്ന് അറിയാം. ഞാൻ എന്താ റെഡി ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ സമയം പോയിക്കോ. ഓക്കെ, ഷെയ്ക്ക് അടിക്കണം. അടുത്ത് നമുക്ക് കുറച്ച് ഷെയ്ക്ക് അടിക്കണം. അപ്പോൾ ഞാൻ സാധനം എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ എളുപ്പം പരിപാടി, പടയെന്ന് പറഞ്ഞ പരിപാടി കഴിയും. ഏത്തപ്പഴം ഇവിടെ 1 പൗണ്ടാണ്. എല്ലാവരും ഓർത്ത് നോക്കുക. ഏത്തപ്പഴം നോക്കിയാലൊക്കെ ആണ് പ്രീമിയം ആണെങ്കിൽ മെയിനായിട്ട് 1 പൗണ്ട് കൊടുക്കണം. അതായത് നാട്ടിലെ ഏകദേശം 100 രൂപ അതിൻ്റെ അടുത്ത് വരും. 2 100 രൂപ അങ്ങനെ കൂട്ടിയാൽ മതി. ചിലടത്ത് 60, ചിലടത്ത് 50. ഞാൻ പകുതി ഇടുന്നുണ്ട്. പിന്നെ ഓട്സ് എടുക്കുന്നുണ്ട്. സ്റ്റാഷ പോലത്തെ പാക്കറ്റുണ്ട്. അത് ചെയ്യുക, ഇറങ്ങിയിരിക്കുക. പിന്നുള്ളത് പീനട്ട് ബട്ടർ. ഇത് നാച്ചുറൽ പീനട്ട് ബട്ടർ. അതാണ് ഇങ്ങനെ കുറച്ച് ചിലതൊക്കെ പാം ഓയിലൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അതിനൊരു വേറൊരു ടേസ്റ്റാണ്. ഇത് കുറച്ച് മതി. എന്തായാലും അവിടെ ബ്രേക്ക് ഉണ്ട്. ഒരു 10 ആവും. ഞാനിപ്പോൾ 7 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷേ എനിക്കിഷ്ടമല്ല വെറും വെയിറ്റ് കിടന്ന് വാങ്ങിയെടുക്കണം. ഗ്യാസൊക്കെ കയറിക്കൊണ്ടാണ് കാരണം. പിന്നെ ഇത് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചത് 5 പോയിന്റ് 500 രൂപ കൊടുത്ത് മേടിച്ചത് ബൂസ്റ്റ്. അത് കുറച്ച് കൂടുതലിട്ടത് ഒന്നുമില്ല, ചുമ്മാ ഒരു ഫ്ലേവർ. പിന്നെ ആദ്യം വേണം അത്രേ ഉള്ളു. അടിക്കണം. ഗ്ലൗസും ഈ മാസ്കൊക്കെ എടുക്കണം. അല്ലെങ്കിൽ ഭയങ്കര പണിയാണ്, തണുപ്പാണ്. ഇതിട്ടുണ്ട് വേണം പോവാൻ. ഗ്ലാസ് വേണം. തണുത്ത കാറ്റൊക്കെ കണ്ടിട്ടിട്ട് ഇത് കാരണം ഗ്ലാസ് കൊടുത്തു. ബാറ്ററി ഞാൻ കുത്തിയിട്ടായിരുന്നു, ഇത് ഫുൾ ചാർജായി. ഓക്കെ, അതോണായി. നമ്മൾ ലേറ്റായി, കുറച്ച് സ്പീഡിൽ പോകേണ്ട വരും. ദാറ്റ് മീൻസ് കുറച്ച് സിഗ്നലൊക്കെ കട്ട് ചെയ്ത് ചാടേണ്ട വരും. അവരൊക്കെ നല്ല രീതിക്ക് ചവിട്ടുന്നുണ്ട്, കണ്ടോ. നമ്മൾ അഭിനയിക്കുക, കാരണം നമ്മൾ ഇലക്ട്രിക് ബൈക്കാണ്. സോ ജസ്റ്റ് ഒന്നിങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ സൈക്കിൾ വലിച്ചിട്ടുണ്ടെങ്കിൽ നോക്കോളും. ഏത് മോഡ് അവനെ തോപ്പിക്കണം. ഏത്
ഒരു തൂവൽ പറിച്ച് കളയണ ലാഘവത്തിൽ അവനെ തോപ്പിച്ചു. കണ്ടില്ല, അവനേതോ സൈക്ലിസ്റ്റാണ്, നമുക്കത് വിഷയമില്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി ഇനി കട്ട് ചെയ്ത് കയറണം. ഇതുവഴിയൊക്കെ ചാടി ചാടി പോകണം. ഞാൻ പകുതിക്ക് വെച്ച് കാണിക്കാം. ഇനി ഇവിടെ വെയിറ്റ് ചെയ്യണം. അവിടെ ഗ്രീൻ സിഗ്നൽ തെളിയണം. അല്ലാത്ത പക്ഷേ ഇവിടെ വല്ല വണ്ടിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചാടാം. അതിപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് ചാടാം. ഇപ്പോഴത്തെ സിഗ്നലാണ് വള്ളി. കാരണം എന്താ വെച്ചാൽ എല്ലാ പകുതിക്ക് വെച്ചും കുറേ സിഗ്നലുണ്ട്. എല്ലായിടത്തും ഇങ്ങനെ നിർത്തി പോകണം. പണ്ടാരം അതാണ്. ഇത് സൈക്കിളാണെങ്കിൽ അത് നമുക്ക് ഇടയ്ക്ക് ഇവിടെയൊക്കെ ചാടിച്ചിട്ടുണ്ടോ. കാറൊക്കെയാണെങ്കിൽ അപ്പടിച്ച് ഫൈൻ വരും. ഇവിടെ കാറില്ല. എൻട്രിങ് കാർ ഓടിക്കുന്ന റിസ്ക്കാണ്. കാരണം വെച്ചാൽ എന്തോരാണ് ഫൈൻ കിട്ടണമെന്ന് അറിയുക. ഔട്ടർ സൈഡിൽ എന്തൊക്കെയാണ് പറയണം, ഔട്ടർ സൈഡിൻ്റെ ഇതാണെങ്കിൽ, അതായത് ഔട്ടർ സൈഡ് ഓഫ് ലണ്ടൻ ആണെങ്കിൽ നിങ്ങൾക്ക് വിഷയമില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ മൊത്തം ഹൈവേസാണ്. നിങ്ങൾക്ക് എന്താണേലും വണ്ടി വേണം. അയ്യോ, ഞാൻ നമ്മൾ ഇടിച്ച് മറിക്കുക. തെണ്ടി നമ്മളെ സ്ലോ ആക്കി. ഒരു ഫോമിലങ്ങ് വരികയായിരുന്നു. വിഷയമില്ല. അയ്യോ, റെഡ് സിഗ്നല്ല. പക്ഷേ നമ്മൾ റെഡ് സിഗ്നലിൽ വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഫുട്പാത്തിൽ കൂടി കട്ട് ചെയ്ത് കയറാൻ പോയി. യെസ്, ദിസ് ഈസ് വൈ യു ഗൈസ് നീഡ് ടു ബൈ എ ബൈക്ക്. ബിക്കോസ് ഫസ്റ്റ് നടരാജന്മാർക്കാണ് ഇവിടെ പ്രയോറിറ്റി. അതായത് സാധാരണ നടക്കുന്ന ആൾക്കാർ, സെക്കൻഡ് ബൈക്കേഴ്സ്, തേർഡ് പിന്നെ ടു വീലേഴ്സ്, പിന്നെ ഫോർത്ത് മറ്റേ കാസ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് ഓടിക്കണേ. ഞാൻ കൈ സിഗ്നലൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റേ ടിപ്പറും സാധനമൊക്കെ വന്നത്. അപ്പം ബൈക്കേഴ്സിന് ഇവിടെ ഭയങ്കര പ്രാധാന്യം. ഇപ്പോൾ ഏതെങ്കിലും വണ്ടി ഒന്ന് നമ്മൾ ഇടിച്ചാൽ നമുക്ക് ഇങ്ങോട്ട് കാശ് കിട്ടുമേ. എല്ലാ കണ്ണന്തിരിവും കാണിച്ചിട്ട് വന്നിട്ടാണെങ്കിൽ കിട്ടത്തൊന്നുമില്ല. അത് നീ ചോദിച്ചു. അയ്യോ, ഞാൻ അവിടെ നിന്ന് സൈക്കിൾ ലൈനിലാണ് മൊത്തം പരിപാടി. അതായത് നമ്മൾ ഏകദേശം സെൻട്രൽ ലണ്ടൻ മീറ്റ് ചെയ്യാറായി. ഈ വണ്ടീൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ചത്തു മര്യാദ. മൊത്തം വണ്ടിയാണല്ലോ. ഓക്കെ, കണ്ടില്ലേ, ഇത് സൈക്കിൾ ലൈന്. അതായത് സൈക്കിൾസിന് മാത്രം പോകാൻ, അപ്പുറത്ത് കാസിനൊക്കെ പോകാൻ. അയ്യോ, പക്ഷേ റോഡ് കുറച്ച് ബമ്പിയാണ്. ഓ, കണ്ടില്ല, ഇതാണൊരു മെയിൻ ഗുണം. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ പറ്റുമെന്നുണ്ട് ലണ്ടനിലാണ് താമസിക്കണമെന്നുണ്ട് ഒരു ഈ ബൈക്ക് മേടിച്ചോ. നോർമൽ ബൈക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതായത് അധികം ചവിട്ടാനില്ല. ഇപ്പോൾ എന്നാ പറയുക, ഒരു 20 മിനിറ്റൊക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്കിപ്പോൾ വർക്ക് സ്ഥലത്തൊക്കെ പോയി വരാൻ. അല്ലാതെ പക്ഷേ ഒരു 30ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് മടുക്കും. അപ്പം മടുപ്പ് തോന്നാണ്ടിരിക്കാൻ ഈ ബൈക്ക് മേടിച്ചു. അതായത് പെഡൽ അസിസ്റ്റാണ്. നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടണ്ട, സുഖമായിട്ട് വെക്കും. ഇതിപ്പോൾ തന്നെ കണ്ടില്ലേ, ഈ കാറും ഇതൊക്കെ പോണത് അത്യാവശ്യം മറ്റേ സ്ലോയില്ല. പക്ഷെ നമുക്ക് സുഖമായിട്ട് നമുക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെ എത്താം. പിന്നെ സിഗ്നൽ നോക്കണം. ഇങ്ങനെ കുറേ അമ്മമാർ വന്ന് വട്ടം ചാടി നമ്മളെ ഊപ്പിക്കുക. നീയും ചാവും അവരും ചാവും. സോ സൂക്ഷിച്ചും കണ്ടേക്കാം. അയ്യോ, പിന്നെ ഹെൽമെറ്റൊക്കെ വെക്കാൻ മറക്കല്ല കേട്ടാ. ഞാൻ വെച്ചിട്ടില്ല, മുടി പോകുന്നൊക്കെ. ഏത് ഈ റൂട്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബസ് ആൻഡ് സൈക്കിൾ ലൈൻ. അതായത് ബസ് പോകുന്ന റൂട്ടും സൈക്കിൾ പോകുന്ന റൂട്ടും ഏകദേശം ഒരേപോലെ. ഇപ്പുറം സൈഡിൽ കൂടിയാണ് കാറ് ഇതൊക്കെ പോകണത്. അവിടെ സിഗ്നലുണ്ട്, നോക്കട്ടെ ചാടാൻ പറ്റുമോ. ആരും എന്നെ കണ്ട് അനുകരിക്കരുത്. ചിലപ്പോൾ പോലീസൊക്കെ വല്ല പുറകിലുണ്ടെങ്കിൽ ചിലപ്പോൾ വട്ടം വന്ന് നിർത്തും. അപ്പം ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ ബൈക്കൊക്കെ ഇവിടെ നോക്കിയാൽ, ഞാനിപ്പോൾ മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് എടുത്തത്. ഫേസ്ബുക്കിൽ കയറുക, മാർക്കറ്റ് പ്ലേസിൻ്റെ സെക്ഷൻ എടുക്കുക, എന്നിട്ട് ഈ ബൈക്കിൽ നിന്ന് വല്ലതും അടിച്ചു കൊടുക്കുക. ഞാൻ കുറേ ഇങ്ങനെ നോക്കി, അത്യാവശ്യം നല്ല റേറ്റിന് 350 തൊട്ടാൽ നല്ലതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഇത് എനിക്കൊരു ഡീലിന് കിട്ടിയതാണ്. അത് കാരണം ഞാൻ ഇവിടെ നിന്ന് 1 മണിക്കൂറുണ്ട് ലണ്ടൻ്റെ ബോർഡർ വരെയും പോകണം. അവിടെ പോയി ഞാൻ സാധനം പൊക്കിക്കൊണ്ട് വന്നു. പിന്നല്ല, പുള്ളി ഏതാണ്ട് അഡ്വർടൈസ് ചെയ്തേ ഉള്ളൂ. 2 മണിക്കൂറിനുള്ളിൽ ഞാൻ സാധനം കണ്ട് അപ്പം തന്നെ ഞാൻ പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി പിക്ക് ചെയ്ത്. പണി പാളിയോ.
ഫയർഫോഴ്സ് പോയി. അവർക്കൊന്നും സിഗ്നൽ ബാധകമല്ല, അവർക്ക് എങ്ങനെ വേണം കുത്തിക്കേണ്ടി പോകും. അപ്പോൾ നമ്മൾ നോക്കിയാലൊന്നുണ്ട് ചിലപ്പോൾ നമ്മളതിൻ്റെ അടിയിൽ പോകും. എങ്ങോട്ട് വേണമെങ്കിലും അവർക്ക് ഓടിപ്പാഞ്ഞ് പോകാം. ഈ ഫയർഫോഴ്സ്, ആംബുലൻസ്, പോലീസ്, അവർക്ക് സിഗ്നൽ ഒരു പ്രശ്നമല്ല ഇവിടെ. ഓ ഞാൻ തോന്നുന്നു അല്ലെങ്കിൽ മുന്നേ റെഡ് കത്തുവാന്ന് അറിയത്തില്ല. ഇനിയാണ് വ്യൂ ഗൈസ്. ഇപ്പം നമ്മൾ സോൺ 1 കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ പോണതാണ് ആക്ച്വൽ ലണ്ടൻ ബ്രിഡ്ജ്. ഇതിൻ്റെ അപ്പുറത്തൊരു ഇതുള്ള ബ്രിഡ്ജുള്ളതാണ് ടവർ ബ്രിഡ്ജ്. അതാണ് പൊതുവെ എല്ലാവരും ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതാണ് ആക്ച്വൽ ലണ്ടൻ ബ്രിഡ്ജ്. ഇത് ആ ബിൽഡിങ്സൊക്കെ ഉണ്ടോ. ഇത് ഏറ്റവും ടോപ്പ് പോർഷനിൽ ഇരിക്കുന്നത് സ്കൈ ഗാർഡനാണ്. അതിന് മടക്ക് കയറണം. നല്ല കാറ്റുണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 15 മിനിറ്റ് കൂടിയാണ്. 15 മിനിറ്റ് ഞാനും എന്താ കണ്ടറിയാം. കണ്ടില്ലേ, പുരാതനമായ ബിൽഡിങ്സാണ്. അത് അവന്മാർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ്. നമുക്ക് ഇവിടെയാണ് നമ്മുടെ ബിൽഡിങ്. ഇവിടുത്തെ പുള്ളിയോട് ചോദിക്കണം എവിടെ. Hiya, I'm working in the Pret a Manger downstairs. Can you open this door for me? I need to park. Reggie? Pret a Manger. Fred? Yeah, Pret. Yeah. Oh, thank you. അങ്ങനെ നമ്മുടെ സൈക്കിള് കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. പുറത്ത് പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ബിൽഡിങ്ങിൽ ഇതുണ്ട്, സൈക്കിൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. എൻ്റെ ഷോപ്പിലാണെങ്കിൽ ഞാൻ മറ്റേ പുറത്താണ് പാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്, പൂട്ടി വെക്കും. ഇവിടെ പൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി സൈക്കിൾ പാർക്ക് ചെയ്യാൻ മാത്രമായിട്ടൊരു സെക്ഷനുണ്ട്. യെസ്, നമുക്ക് -2 മനസ്സിലാവേ. എൻ്റെ പൊന്നടിയെ, പണിക്കൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. നാട്ടിലൊക്കെ വെച്ച് കുഴപ്പമില്ല. എത്തിയോട്ടോ കേസ്. ഉണ്ടല്ലേ, സൈക്കിളിൻ്റെ പടം എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ആരോ നോക്കി കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇത് ഏതൊരു ഇതിൻ്റെ മണ്ടയ്ക്ക് വലിയ ബിൽഡിങ്, അതായത് ഏതോ കോർപ്പറേറ്റീവ് ഓഫീസൊക്കെയാണ് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നത്. നമ്മൾ ഇപ്പുറത്തെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന കാരണമാണ് നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റണത്. കണ്ടില്ലേ, ഇവിടെ 9 to 5 നല്ല ജോലിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഇത്രയും സെറ്റപ്പ് ഉണ്ട്. സൈക്കിൾ വെക്കാൻ തന്നെ കണ്ടോ. ഇവിടെ ഒന്നും കാര്യം ഇവിടെ ഒന്നും കയറി ആരും അടിച്ചു മാറ്റിക്കൊണ്ടൊന്നും പോകത്തില്ല. അത്രയും സെറ്റപ്പ് ഉണ്ട്. അതാണ് ഭയങ്കര ആനുകൂല്യങ്ങളാണ് ഇവിടെ. നമ്മുടെ സൈക്കിൾ നേരെ ഇതിൻ്റെ ഈസി കണ്ടോ സെറ്റായി. അവിടെ ഇവിടെ കുറെ സൈക്കിൾ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ആൾക്കാർ വരാനുണ്ട്. ഞാൻ ഭയങ്കര രാവിലെ ആയത് കാരണം കണ്ട. നമുക്കിതൊന്ന് പൂട്ടിയേക്ക്. എന്നാലും എനിക്കൊരു പേടി. ഞങ്ങളുടെ ബാറ്ററിയൊക്കെ വെച്ചിട്ടാണ് സുഖമായി. ഞാൻ ആരെങ്കിലും മോഷ്ടിച്ച് കഴിഞ്ഞാൽ നേരെ ഓണാക്കുക, ഓടിപ്പോവുക, അത്രയേ ഉള്ളൂ. ഈ ഒരു പൊക്കത്തെല്ലാം നമ്മൾ വർക്ക് സ്ഥലത്തായിട്ടാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഷോപ്പല്ല. എനിക്കപ്പോൾ അധികം ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല. വീഡിയോ ഒന്നും വർക്ക് ചെയ്യണ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. സോ ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ നീണ്ടൊരു ഷിഫ്റ്റിന് ശേഷം ബ്രേക്കിന് ഇറങ്ങിയൊക്കെയാണ്. ഒരു രക്ഷയില്ലായിരുന്നു. അന്യായം എന്നൊക്കെ പറഞ്ഞാൽ അന്യായ തിരക്ക്.
ഞാൻ കാണിച്ചു തരാം. ഞാൻ അതേ വർക്ക് ചെയ്യണത് പ്രൊറ്റ മാനേജർ. അതിൻ്റെ പുറത്തായിട്ടുള്ളൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പൂവൊക്കെ പിടിഞ്ഞിട്ടുണ്ട്. ബ്ലോസാണെന്നാണ് തോന്നണം. അതെ ബ്ലോസാണ്. അതാണ് ഞാൻ എഗ്ഗ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബേക്കനൊക്കെ വെച്ച ഒരു ബർഗർ പോലത്തെ ഒരു ഐറ്റം, പിന്നെ ഒരു കോഫി എടുത്ത്. അരമണിക്കൂറോളം ഉണ്ട് ബ്രേക്ക്. അപ്പോൾ ബ്രേക്ക് കഴിഞ്ഞ് പിന്നെ ഒരു 3 മണിക്കൂർ കൂടി ഉണ്ട്. അതായത് നമ്മൾ 2:30 തീരണം. അപ്പോൾ തീർന്നിട്ട് ബാക്കി വിശേഷം. അത് ബ്രേക്ക് ഞാൻ ഒന്ന് ആസ്വദിക്കട്ടെ. ശരിയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഇടി വെടി പോകാം. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചാടിപ്പോണം നമുക്കപ്പോൾ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യാം. എൻ്റെ പൊന്നടിയ എന്ത് തിരക്കായിരുന്നെന്നാ. എൻ്റെ കിളിയും കിളിക്കൂടെ അടക്കം പറന്നു പോയി. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു കോഫി മെഷീൻ പൊട്ടിത്തെറിക്കേണ്ടായിരുന്നു. പുകയും പിടിയൊക്കെ വന്നു. എന്നിട്ട് 2 ബാരിസ്റ്റ ഉണ്ട്, 3 കോഫി മെഷീനുണ്ട്, ഒരു കുന്ന് കോഫീസ്. എൻ്റെ പൊന്നും നടക്കണ കേസല്ല. നമുക്ക് ചില സമയം നമ്മുടെ കയ്യിൽ നിന്ന് എറിഞ്ഞൊക്കെ ഇട്ടിട്ട് പോകാൻ തോന്നും. ഇങ്ങോട്ട് വരാതിരിക്കുന്നവർ ഇതൊക്കെ ആലോചിച്ച് വെച്ചോ. ഇങ്ങനത്തെ ഒരു എന്നാ പറയുക, ഹോസ്പിറ്റാലിറ്റി ഫീൽഡ് ജോബിട്ടാണെങ്കിൽ അത്യാവശ്യം മുട്ടം തിരക്കാണ് ഇവിടെയൊക്കെ. ഇവിടെ ഒരു കോഫി ഷോപ്പ് ഇട്ടാൽ നല്ല വരുമാനം ഉള്ളത് പറയാനോ. അടിച്ചടിച്ച് ഇല്ലാണ്ടായി. ഇത് നമുക്ക് സൈക്കിളിൻ്റെ അങ്ങോട്ട് പോകണം. സൈക്കിൾ വെച്ചേക്കണം അങ്ങോട്ട്. നെക്കാൻ മറന്നു. ഇനി അങ്ങോട്ട് ഇറങ്ങിയിട്ട് ബാക്കി പരിപാടി കാണിച്ചു. ഓക്കെ, നമ്മുടെ സൈക്കിൾ അവിടെ എങ്ങോട്ട് വെച്ചേക്കണം. അങ്ങോട്ട് പോയി നോക്കാം. കണ്ടില്ലേ ഇവിടെ മൊത്തം സൈക്കിൾസാ. ചെന്നത് ഇതൊക്കെ ഇലക്ട്രിക് ആണ്. ഇത് ചാർജിങ് പോയിന്റ്സാ. നമ്മുടെ സൈക്കിളിനെ കുറിച്ച് കാറ്റടിക്കണം. കാറ്റടിച്ചിട്ട് പോവാം. ഏത് ഇതൊക്കെ 1000 പൗണ്ട് 1,00,000 രൂപയുടെ സൈക്കിളാണ് ഇതൊക്കെ. നമ്മുടെ സൈക്കിൾ മോശമൊന്നുമല്ല, അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇന്നല്ല നാട്ടിലെ 19,000 രൂപ കൊടുത്താലേ ഈ സാധനം കിട്ടത്തുള്ളൂ. നമുക്ക് എന്തായാലും ഒക്കെ പൊളിച്ച് ഇത് തന്നെ 7,000 രൂപ ലോക്കാ. നാട്ടിലൊരു ബൈക്ക് മേടിക്കേണ്ട കാശാ സൈക്കിളിൽ പൊട്ടിച്ചേക്കണം. സൈക്കിൾ ആരെങ്കിലും വലിക്കാൻ നോക്കിയിട്ടുണ്ടോ? ഇങ്ങോട്ട് മാറിക്കിടക്കുന്നു. അത് ശരി, അതെങ്ങനെ ഇപ്പുറത്തായിട്ട് മാറി? ഞാൻ കരുതുമ്പോൾ ഇങ്ങനെ ആയിരുന്നു. അങ്ങനെ ഒരു വഴിയല്ലേ. ഇത് കിട്ടിയാണോ? നമുക്ക് താക്കോല് കളയരുത്. താക്കോല് കളഞ്ഞാൽ തേഞ്ഞ്. ആ പമ്പ് കൊള്ളത്തില്ല. ഉള്ള കാര്യങ്ങൾ പോകാൻ നോക്കണം. ഓക്കെ, Going on. പോവാ. അയ്യോ മൂഞ്ചിന്ന് തോന്നുന്നത് ഇവിടെ ഒരു ഇത് കാണിക്കുന്നില്ല. അയ്യോ ഇറർ കാണിക്കുന്നുണ്ട്. ബാറ്ററി മര്യാദക്കല്ല. പ്ലേസ് അയക്കണം. എടാ ആരാണ് എൻ്റെ സൈക്കിളിൽ നിന്ന് എടുക്കാൻ നോക്കിയോ? ഇത് എപ്പോഴും ഇത് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാറ്ററി മറ്റേ ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ പോവാം. ഇതുവരെ ഞാനിപ്പോൾ ത്രോട്ടിലാണ് കൊടുത്തത്. ലെതറാണ്, സൂക്ഷിക്കണം.
ഈ വഴി പോകാമെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ. വലിയ ഭയങ്കര ബമ്പിയായിട്ടുള്ള റോഡാണ്. ഈ വഴി പോയാൽ ഡയറക്റ്റ് നമുക്ക് ലണ്ടൻ ബ്രിഡ്ജ് വെച്ച് അത് ചാടാം. വിലാസൊക്കെ എൻ്റെ മോനെ വ്യൂ നോക്ക്. ഏത് മൂട്. നാട്ടിലൊക്കെ വെച്ച് ആലോചിച്ചായിരുന്നു ഇങ്ങനെ ലണ്ടൻ ബ്രിഡ്ജിൽ കൂടെയൊക്കെ തേരാപ്പറ സൈക്കിൾ കൊണ്ടതൊക്കെ. ഞാൻ കാണുന്നതാണ് ഷാഡ്. ഏത് ലണ്ടൻ ബ്രിഡ്ജ് ഈ സൈഡിലുണ്ട് കേട്ടോ. ഞാൻ ചെസ്റ്റിൽ മൗണ്ട് ചെയ്യാൻ കാരണം ഞാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചാൽ വീഴും. ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ. ലണ്ടൻ ബ്രിഡ്ജ് പിന്നെ എൻ്റെ നമ്മുടെയൊക്കെ വലിയ ലണ്ടൻ ബ്രിഡ്ജ് ഇതാണ്. ഞാനിപ്പോൾ പോകുന്നതാണ് ആക്ച്വൽ ലണ്ടൻ ബ്രിഡ്ജ്, മറ്റേ ടവർ ബ്രിഡ്ജ്. ഓക്കെ. എല്ലാവരും ക്രോസ് ചെയ്ത് പോകുന്നു. നമ്മൾ നാട്ടിൽ വെച്ച കാലമൊക്കെ ഇവിടുത്തെ പാതയിലൂടെ മാത്രം ക്രോസ് ചെയ്തു. നല്ല കാറ്റുണ്ട്, ഒന്നും കേൾക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ വെച്ച കുറിച്ച് നമ്മൾ പാതയിലൂടെ മാത്രമേ ക്രോസ് ചെയ്യാൻ പാടില്ല. നാട്ടിലേക്ക് പോലെ തന്നെയാണ് ഇവിടെ. ഇടയ്ക്കൊക്കെ നിയമമൊക്കെ തെറ്റിക്കും. ചിലവരൊക്കെ വട്ടമൊക്കെ ചാടി ഇങ്ങനെയൊക്കെ ചാടി പോകും. കണ്ടില്ലേ, ഇവനൊക്കെ വണ്ടീൻ്റെ അടിയും പോകും. ഭയങ്കര ധൈര്യത്തിലാണ് ചാടണത്. ഇതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേണ്ട ചത്തു. സംടൈംസ് ഞാൻ ഓർക്കും, ഞാൻ ആക്ച്വലി എൻ്റെ നാട്ടിലത്തെ ഡൊമിനാറിലായിരുന്നു. അയ്യോ, അതൊക്കെ ഒരു കാലം. ഡൊമിനാറിലൊക്കെ പറന്ന് കോളേജിൽ പോയിക്കൊണ്ടിരുന്ന ഒന്ന് കൈ കൊടുത്താൽ ചാടിത്തുള്ളി പോവും. അതേപോലെ സൈക്കിളിൽ കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട, ചിലപ്പോൾ ഉള്ളിൽ പോവും. ഗ്രീൻ ലൈറ്റ് ഈസ് ഫോർ ഗോയിങ്. വാ അത് ചാടി. ഇത് 1000 രൂപയുടെ സൈക്കിളിട്ടെ കണ്ടപ്പറിയാ. അതിങ്ങനെ ഒടിച്ചും മടക്കി പെട്ടിയിലാക്കി നമ്മൾ പെട്ടിയൊക്കെ ഉരുട്ടിക്കൊണ്ട് പോകുന്ന പോലെ പോകാൻ പറ്റും. ലണ്ടനാണല്ലോ, എനിക്കൊരു പ്ലാനിലൊക്കെ വർക്ക് ചെയ്യണം. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചവിട്ടിയൊക്കെ വരാൻ ഇതാ സുഖം. അതായത് ഇവിടെ സൈക്കിൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളന്മാർ പിടിച്ചിട്ട് പോകും. അതെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും സേഫ്റ്റി ഉള്ളൊരു സ്ഥലമാണ്. കാശിൻ്റെ അയ്യര് കളിയായി. എല്ലായിടത്തും കാശ്, എന്ത് വിറ്റാലും കാശാണ്. ഇതെന്തോ അല്ല, ഞാൻ പറഞ്ഞ എല്ലായിടത്തും കാശ്, എന്ത് വിറ്റാലും കാശ്. അപ്പോൾ ഫോണ്, ബൈക്ക്, അങ്ങനത്തെ എല്ലാ സാധനത്തിനും ഇവിടെ അത്യാവശ്യം ഫണ്ട് കിട്ടുന്ന കാരണം കള്ളന്മാരുടെ ശല്യം ഭയങ്കര കൂടുതലാണ്. സൂക്ഷിച്ചും കണ്ട് നിന്നില്ലേ അവന്മാർ അതുവരെ അടിച്ചുകൊണ്ട് പോകും. അതാണ് ഇവിടുത്തെ അവസ്ഥ. സോ മിക്കൊരു ഈ ചെറിയ സൈക്കിള് നല്ല സൈക്കിളാണ്. ഈ വലിയ സൈക്കിൾ എങ്ങനെയാണ് ചവിട്ടണം അതുപോലെ തന്നെ ചവിട്ടാനും പറ്റും. അതിൻ്റെ ഇലക്ട്രിക് വെർഷൻ വരുന്നുണ്ട്. 3 ലക്ഷം രൂപയോ 3000 പൗണ്ടാണ് ഇവിടുത്തെ. ഒന്ന് ആലോചിക്കണം, ചെറിയ സൈക്കിൾ. ഇതൊക്കെ നാട്ടിൽ ഒന്ന് ആലോചിച്ച് 3 ലക്ഷം രൂപ നാട്ടിലൊരു കാറ് മേടിക്കാനുള്ള കാശാണ്. റെഡ് ലൈറ്റ്, നല്ല പട്ടി വന്നു തുടങ്ങി. വിൻഡറാകുമ്പോൾ ഇലയൊക്കെ മൊത്തവും പൊഴിഞ്ഞ് പോയി വെറും ചുള്ളിക്കമ്പ് മാത്രമാണ്. ഇപ്പം സമ്മർ ആയെങ്കിൽ തുടങ്ങുമ്പോഴാണ് ഇവിടെ മൂഡ്. അതായത് വെയിലുണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ 15-16 വന്ന് നിൽക്കുക. അതായത് ഇവൻ വളകി പോയില്ല. ഏകദേശം തണുപ്പും ഉണ്ട്, എന്നാൽ വെയിലും ഉണ്ട്. ഏത് നല്ല പറ്റിയ ക്ലൈമറ്റാണ്. ഇതാണ് ഈ ക്ലൈമറ്റ്. നാട്ടിൽ പോകണം. എൻ്റെ പൊന്നളിയ എന്തായിരിക്കും എന്ന് പറയാം. ഇത് കുറച്ച് കാലത്തേക്കില്ല. ഇവിടെ വിൻ്റർ ടൈമാണ് ഏറ്റവും കൂടുതൽ. സമ്മർ ടൈം ഷോർട്ട്. അതായത് ഇപ്പോൾ സമ്മർ ആവുന്നുണ്ട്. ഏകദേശം നാളെ മെയ് 1 അപ്പോൾ മെയ് തൊട്ട് ഒരു സെപ്റ്റംബർ വരെയും കിട്ടിയെന്ന് പറയാം. സെപ്റ്റംബർ ഒരു പകുതി ഒരു അവസാനമൊക്കെ പിന്നെ വിൻ്റർ തുടങ്ങും. അതായത് സൂപ്പർ. അപ്പോൾ നമ്മളെന്നെ പറഞ്ഞു അപ്പോൾ ഏപ്രിൽ കഴിഞ്ഞ് ഇനി മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഏകദേശം 7 മാസം. 6.5 കൂട്ടിയാൽ മതി. 7 മാസം കൂടണ്ട. ഒരു 6.5 മാസം സമ്മറാണ്. പിന്നെ ചൂടെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ചൂടായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഏകദേശം നാട്ടിലത്തെ ഒരു 35-40 ഡിഗ്രി വരെ ഒന്നും വരത്തില്ല. ഇത്
30 വരെ വന്നാൽ തന്നെ ഭയങ്കര ഊഷ്ണം. എന്താണെന്നറിയത്തില്ല, ഇവിടെ മറ്റേ ഹ്യൂമിഡിറ്റി കുറവായിട്ടാണോ എന്നറിയില്ല, ഒരു മെനകെട്ട ചൂടാണ്. നമ്മളിപ്പോൾ സപ്പോസ് നാട്ടിലിപ്പോൾ ചൂടത്താണല്ലോ നമ്മളൊരു മരത്തിൻ്റെ അവിടെയൊക്കെ പോയിരുന്ന ഒരു കാറ്റ് വരുമ്പോൾ നമുക്കൊരു തണുപ്പ് തോന്നും. ആ തണുപ്പ് ഇവിടെ കിട്ടത്തില്ലടാവേ. അതാണ് അവസ്ഥ. ഒരു മെനകെട്ട കൺട്രി. അങ്ങനെ പറയാൻ പറ്റത്തില്ല. എൻ്റെ മനസ്സിലെ UK ജസ്റ്റ് ഒരു ATM മെഷീൻ മാത്രം. UK എന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈല്, നിങ്ങളുടെ ഫാമിലിയും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു എന്നാ പറയുക റിലാക്സേഷൻ കിട്ടുക. അല്ലാത്ത പക്ഷം നിങ്ങളിങ്ങനെ ഡെയിലി പണിക്ക് പോകുക, വരിക, എൻജോയ്മെൻ്റ് എന്നൊക്കെ പറയാൻ നമ്മളിപ്പോൾ അവിടെ ജനിച്ചു വളർന്ന കാരണം അത്യാവശ്യം എന്നാ പറയുന്നത്, നമുക്ക് ഓരോ മാസവും ഓരോ അമ്പലത്തിലും മറ്റേ പള്ളിയിൽ ഇവിടെയൊക്കെ ഉത്സവം കാര്യമൊക്കെ. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലടാവേ. ഇതേ ഫണ്ടുണ്ടോ നിനക്ക് എവിടെയെങ്കിലുമൊക്കെ പോവാം. അതായത് വല്ലോ കറങ്ങാൻ പോവുകയോ വല്ല പാർട്ടിക്കോ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഓക്കെ, നിനക്ക് എൻജോയ്മെൻറ്റ് കിട്ടും. പക്ഷേ അതിന് ഫണ്ട് വേണം. അപ്പോൾ ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ നീ പണിയെടുക്കണ്ടേ. അത്യാവശ്യം നല്ല ഇവിടുത്തെ ഒരു എമൗണ്ട് ആയിരിക്കും നിങ്ങൾ പൊട്ടിക്കാൻ പോകണം. അപ്പോൾ പണിയെടുക്കാണ്ട് വേറെ രക്ഷയില്ല. സോ 7 ദിവസം പണിയെടുക്കേണ്ടത് വരും. അല്ലാണ്ടൊരു പരിപാടി നടക്കത്തില്ല. അല്ലാത്ത പക്ഷേ ഇപ്പോൾ നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ 5 to 9 ജോബ് നല്ലത് കിട്ടിയെന്ന് വെച്ചാൽ, എന്നാലും നിങ്ങൾ 5 ദിവസം പണിക്ക് പോകണം. എന്നാൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഒരു ലൈഫില്ലാത്ത ജീവിതം, മനസ്സിലായോ? നാട്ടിൽ കാശില്ലെങ്കിലും നമ്മൾ അടിച്ചു പൊളിച്ച് നടക്കും. ഇവിടെ കാശില്ലാണ്ട് അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റില്ല. നിങ്ങൾ പിന്നെ ഹോംലെസ് ആയിട്ട് കണക്കാക്കും. ഓഹോ, ഇവിടെ പെഡസ്ട്രിയൻ അല്ല. ഓഹോ, ഇതെന്താണ് ഈ ഫുഡ് കാണിക്കണം? ചേട്ടാ, ഇതിപ്പോൾ എങ്ങനെ പോകണത്? നേരെ പോവാം. എനിക്ക് വഴി തെറ്റിയതാണോ അതോ അവർക്ക് വഴി തെറ്റിയാണോ? വിളിച്ച് അങ്ങനെ ആഫ്രിക്ക ചെല്ലുമല്ലോ. അയ്യോ, അവൻ പറഞ്ഞ ലൈഫില്ലാത്തൊരു ജീവിതമാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിലായിട്ട് വെക്കാൻ പോകുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് പണിയെടുത്താൽ കാശുണ്ടാക്കാം, പക്ഷേ ലൈഫ് ഉണ്ടാവില്ല. ലൈഫൊക്കെ വേണമെങ്കിൽ നമുക്കൊരു കംഫോർട്ടും ഇതും കിട്ടുന്ന ആൾക്കാർ നമ്മുടെ കൂടെ. അതെ, നമ്മുടെ ഫാമിലി ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നാട്ടിൽ നമ്മുടെ വീട്ടുകാർ ഇതൊക്കെ ഉള്ള നമുക്ക് ആ ഒരു ഇത് തോന്നത്തില്ല. പക്ഷെ ഒറ്റയ്ക്ക് മാറി നടക്കുമ്പോൾ ഓനെ പ്രവാസ ജീവിതം വളരെ എന്നാ പറയുന്ന സുഖമുള്ള പരിപാടിയല്ല, വളരെ മെനക്കെട്ട പരിപാടിയാണ് ഉള്ളത് പറയാമല്ല. പിന്നെ ഭയങ്കര വിലയൊക്കെ കിട്ടും നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ. എന്നാലും പക്ഷേ നിങ്ങൾ ആലോചിക്കുക, എത്ര നാൾ നിങ്ങൾ ഇങ്ങനെ നടക്കും. ഓക്കെ, ഇവിടുന്ന് കട്ട് ചെയ്യാം. ചിലപ്പോൾ വണ്ടിയുടെ അടി പോകും. ഇല്ല, കുഴപ്പമില്ല. പറഞ്ഞു കയറുന്നില്ല, ദൈവമേ. സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കുക. നാട്ടിലും വീട്ടിലൊക്കെ അച്ഛനും അമ്മയൊക്കെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അത് എനിക്കും വേണം. അയ്യോ, ഞാൻ ചെയ്യാൻ തന്നെ. പിന്നെ ഉണ്ടാവും ഇത് ഈ ഫ്രണ്ടേ പോകണമെന്ന് പറഞ്ഞാൽ ഊബർ പ്ലസ് ലൈവ് എന്ന് പറഞ്ഞൊരു ബൈക്ക്. അത് നിങ്ങൾക്ക് ഇവിടെ ഹയർ ചെയ്യാം. ഏകദേശം മിനിറ്റിനാണ് അവർ ഫണ്ട് എടുക്കുന്നത്. അതായത് 5 മിനിറ്റ് 10 മിനിറ്റ് റൈഡിന് ഇത്ര രൂപ എന്നും പറഞ്ഞൊരു ഇതുണ്ട്. ആപ്പ് കൂടിയാണ് എല്ലാ പരിപാടിയും ചെയ്യണത്. ആപ്പിൽ കയറുക, ഫണ്ട് എടുക്കുക, എന്നിട്ട് ബൈക്ക് ഓടിക്കുക. കാശ് കൊടുത്തിട്ട് ഓടിക്കണം. ഈ പരിപാടി നാട്ടിൽ വന്നാൽ നല്ലതായിരിക്കും. പക്ഷേ ഇതിൻ്റെ മോട്ടറും പരിപാടിയൊക്കെ നാട്ടിലുള്ളവർ ചിലപ്പോൾ ഉരുക്കൊണ്ടുപോയി മറച്ചു വെക്കും. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഭയങ്കര ബുദ്ധിയാണ്. അതായത് എങ്ങനെ കാശുണ്ടാക്കാമെന്ന് ഓർത്താണ് നടക്കണത്. അപ്പോൾ ഇതൊക്കെ വഴിയിലിരിക്കണത് കാണുമ്പോൾ തന്നെ വേണമെങ്കിൽ നട്ടഭദ്രാത്രിക്ക് ഒന്ന് വല്ല പ്ലെയറും സാധനം എടുത്ത് സാധനം മൊത്തം പൊളിച്ച് ഊരിക്കൊണ്ടുപോകും, പാർട്സാക്കി. അവിടെ മറ്റേ പാലം പണിതിട്ട് തന്നെ അതിൻ്റെ കമ്പിയും സാമാനം ഊരിക്കൊണ്ടുപോയി വിൽക്കണ ടീമാണ് അതൊക്കെ. അയ്യോ, ഒരു സാധനം എന്നല്ല. ഇപ്പം നിങ്ങളൊരു എമർജൻസി സിറ്റുവേഷനിൽ ട്രെയിൻ വല്ലതും മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈക്കിൾ എടുത്തിട്ട് പോകാവുന്നതാണ്. കണ്ട, ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് പുഷ് ചെയ്യാൻ പാടാം. അപ്പം ഞാൻ ത്രോട്ടിൽ കൊടുക്കും, സാധനം എന്നെ വലിച്ചിട്ട് പോകും. എന്നിട്ട് നമുക്ക് പയ്യനെ ചവിട്ടിപ്പോകാം. അതിനാണ് ഞാൻ ത്രോട്ടിൽ യൂസ് ചെയ്യണം. അല്ലാണ്ട് ഇത് കൊടുത്താൽ ഇതിൽ പോകാം. പക്ഷേ പ്രശ്നം വെച്ചാൽ ത്രോട്ടിൽ കൂടുതൽ ബാറ്ററി ചാർജ് വലിക്കും. നമ്മൾ പെഡലിംഗ് ആണെങ്കിൽ അത്രയും വലിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പെഡൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ പോരാത്തതിന് പെഡലിങ് ചെയ്യുമ്പോൾ ഒന്നും കൂടി വണ്ടിക്കൊരു പവർ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ പെഡൽ കറക്കുവാണല്ലോ, അപ്പോൾ ആ ഒരു ചെറിയൊരു പുഷും കിട്ടും. പോരാത്തതിന് ഇതിൻ്റെ മോട്ടർ കൂടി വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം പവർ തോന്നും. കണ്ടില്ലേ, ഇത് കയറ്റമൊക്കെ ഞാൻ പുല്ല് പോലെയാണ് ഞാൻ കയറി പോകുന്നത്. നമ്മളപ്പോൾ നോർമൽ സൈക്കിളിലാണെങ്കിൽ ആലോചിച്ച് നോക്കി, അയ്യോ പാത വരും, സൂക്ഷിച്ചു പോകണം. ഇതിപ്പോൾ സൈക്കിൾ ലൈനാണ്. ഇവിടെ ആരും വന്ന് ചാടില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തൊന്നുമില്ല. മനുഷ്യരാണ്, വെളിവില്ലായ്മ അത്തരം കാണിക്കും. സോ ബി കെയർഫുൾ ഉള്ളത്.
UP-ൽ ഏതാണ്ട് ഡെലിവറി കൊടുക്കുന്ന വണ്ടിയൊക്കെ ഇലക്ട്രിക്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ലണ്ടനിൽ ഈ ട്രാഫിക് നിസ്സാര പരിപാടിയല്ല, അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കേസ്. ഇപ്പം ഞാൻ തന്നെ 20 മണിക്കൂർ ചെയ്യണതിന് ഏകദേശം ഞാൻ 4 ദിവസമാണ് വർക്കിന് പോണത്. ഒരു മാസം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 10-12,000 രൂപയോളം അങ്ങ് മാറുന്നുണ്ട്, ജസ്റ്റ് ട്രാവൽ മാത്രം. അത് പാർട്ട് ടൈം ചെയ്തിട്ടിരുന്നത്. അപ്പോൾ ഫുൾ ടൈം കയറിയപ്പോൾ എനിക്ക് ഡെയിലി പോകണം പണ്ടാരം. അപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ഏകദേശം 10-20,000 രൂപേൻ്റെ അടുത്ത് മാത്രമേ ട്രാവൽ പറ്റും. എന്ത് കാര്യത്തിന് ആ പൈസ എനിക്ക് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? അതുകൊണ്ട് ഞാൻ സൈക്കിൾ മേടിച്ചു. അത് കാരണം ഈ ട്രാവലിൻ്റെ കാശ് എൻ്റെ ഇരിക്കും, എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ലോൺ ലെറ്റർ അടയ്ക്കുമോ? അതെ, ലോൺ അടയ്ക്കാനാണല്ലോ വന്നത്. അപ്പോൾ ലോൺ ലെറ്റർ അടയ്ക്കുമോ? പോട്ടെ, എനിക്ക് നാട്ടിൽ പോകാനായിട്ട് സേവ് ചെയ്യാം, അങ്ങനെ വല്ലതൊക്കെ ചെയ്യാം. ഞാൻ എന്തിനാണ് കൊടുക്കണത്? മനസ്സിലായോ? അത് കാരണം ഒരു പറ്റുകയാണെന്നുണ്ട്, ഏതെങ്കിലും സ്റ്റുഡൻസ് ലണ്ടറിൽ നിൽക്കുന്നുണ്ട്, ഒരു ബൈക്ക് മേടിക്കും, ലൈഫ് ഒന്നും കൂടി ഈസിയർ ആവും. എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഉള്ളത് പറയാമല്ലോ. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് അത്ര നമുക്ക് നമ്പാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസമൊക്കെ സ്ട്രൈക്ക് ആയിരുന്നു ഈ മറ്റേ ഈ ട്രെയിൻ ഓടിക്കണവന്മാരുടെയൊക്കെ. കാരണം വെച്ചാൽ അവന്മാർക്ക് ആ പേ പോരുന്നു. ഏതാണ്ട് വർഷത്തിൽ 80 ലക്ഷം രൂപേൻ്റെ അടുത്തെങ്ങാണ്ടും ഉണ്ട്. അതൊന്നും അവർക്ക് പോരാന്ന്. അല്ല, ഇവന്മാർ എന്നാ ചെയ്യണത്? ഇവന്മാർ ആ ട്രെയിനിൻ്റെ ആ ഫ്രണ്ടിലിരുന്ന് ഉറക്കം തൂങ്ങി അങ്ങോട്ട്, ഞാൻ എത്ര തവണ കണ്ടേക്കുന്നു കിളിവാറ് ഇങ്ങനെയൊക്കെ ചുമ്മാ ഇരുന്ന് ഓടിക്കണത്. എന്നിട്ട് 80 ലക്ഷം രൂപയും കിട്ടും. അത് പോരാ, ഞങ്ങൾക്ക് ഇനി വേജ് കൂട്ടണം എന്ന് പറഞ്ഞാണ് ചുമ്മാ സ്ട്രൈക്ക് ഉണ്ടാക്കണത്. പക്ഷെ എന്നെ പറയാൻ എന്തായാലും ആവട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കാറ് കൊണ്ട് റോട്ടിൽ കൂടി പോകാം. ഹയമ്മ ഹയമ്മ, ഇനി പറക്കാം. യെസ്, ആ ഷീറ്റ് സിഗ്നൽ വന്നു. സിഗ്നൽ നമുക്കൊരു പ്രശ്നമല്ല. ഞാൻ സൈക്കിളുള്ള മെയിൻ ഗുണം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അവിടെ ബ്ലോക്കായി ഇപ്പുറത്തായിട്ട് പോരുക. നമുക്ക് ഇഷ്ടമുള്ള വഴി കൂടി പോകാം. കാറൊക്കെ ആണെങ്കിൽ നടക്കുക ഇല്ല. അതാണ് ഒരു മെയിൻ ഗുണം. സിഗ്നൽ നോക്കണം, അവിടെ വണ്ടിയുടെ ഡീപ്പ് പോരുത്. മെയിൻ സംഭവം നോക്കിക്കൊണ്ടൊക്കെ പിടിക്കുക. അവൾ അങ്ങോട്ട് നൈസായി പോകുന്നുണ്ട്, നമ്മൾ പോയാൽ വേണ്ട. പടായി കിടക്കുന്ന ആദ്യത്തെ എക്സാമ്പിൾ നമ്മളായിരിക്കും. അവിടെ ഗ്രീൻ ലൈറ്റ്, ഗ്രീൻ ലൈറ്റ് കത്തി പറക്കാം. അയ്യോ, ആ ചുമന്ന വണ്ടി സമ്മതിക്കുകയല്ല. സമ്മതിച്ചു. യെസ്, അത്രയേ ഉള്ളു, നിസ്സാര പരിപാടി. ഇതിപ്പോൾ എങ്ങാണ്ടും 20-ലെങ്ങാണ്ട് ഉണ്ട്. 20 കാണിക്കണം, അതിൽ കൂടുതൽ പോകണമെന്ന് തോന്നണം. ഇത് 20 സ്പീഡ്. അല്ല, ഞാൻ പറഞ്ഞ ദിവസം ഇത് 350 വാട്ടിൻ്റെ മോട്ടറാണ്. ശരിക്കും ഇവിടെ ലീഗലായിട്ട് 250 പറ്റത്തുള്ളൂ. ആ ടൂറ് അത് വലിയ കാര്യമാക്കിയല്ലോ. പിന്നെ ഇവിടെ ഈ ത്രോട്ടിൽ ഇല്ലീഗലാണ്, ലീഗലല്ല, മനസ്സിലായോ? സോ ഈ ബൈക്കൊക്കെ മേടിക്കുന്നവരെ സൂക്ഷിക്കുക. പിന്നെ 250 വാട്ടിന് പൊക്കത്തായിട്ട് ഉള്ള മോട്ടറാണ്. പോലീസ് എങ്ങാനും പൊക്കിയ തൂക്കുക. അതായത് ഇത് കണ്ട് ഇതൊക്കെ ഡെലിവറിയാണ്. ചിലവന്മാർ ഈ പരിപാടി സൈക്കിൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി കുറച്ച് വാട്ട് കൂടിയ മോട്ടർ മേടിക്കും. പക്ഷേ പോലീസ് നോക്കിയ വണ്ടി സീസ് ചെയ്തുകൊണ്ട് പോകും. മറ്റേ ഇതിനാ ലൈസൻസ് എന്താണ്ടും 5 ബ്ലാക്ക് പോയിൻറ്റ്സോ ഇടുക, അങ്ങനെ എന്താണ്ടുമാണ് പരിപാടി. നോക്കി കണ്ടൊക്കെ മേടിക്കുക. ഓക്കെ, ഈ 2000 വാട്ടിൻ്റെ ഒക്കെ ഉണ്ടോ, ചുമ്മാ ബൈക്ക് പോലെ പറന്നു പോകും. ഇതേ അവിടെ നിന്ന് ഒരുത്തോ മന്ന കണ്ട, അതെങ്ങാണ്ട് 500 വാട്ടിൻ്റെ എന്തോ ഒരു ഐറ്റാണ്. ഡെലിവറിയാണ്, കറക്റ്റ് ഞാൻ പറഞ്ഞു തീർന്നില്ല. കാരണം അത് ഔട്ടിന് പോലും അന്ന് നിന്നാ പോണത്. അതൊക്കെ ഇല്ലീഗലാണ്, പിടിച്ചാൽ കൊണ്ടുപോകും വണ്ടി. പക്ഷേ അങ്ങനെയില്ല. പക്ഷെ ചിലപ്പോൾ റാൻഡമായിട്ട് എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട് എല്ലാത്തിനും കൂട്ടത്തോടെ പിടിക്കും. അതാണ് ഇവന്മാരുടെ ഒരു പോളിസി. എന്താ പറയുക, എവറിത്തിങ് ഈസ് ലീഗൽ അൺടിൽ പോലീസ് സോയും. ഹബീബി, എവറിത്തിങ് ഈസ് ലീഗൽ, നോ പോലീസ് നോ പ്രോബ്ലം. അങ്ങനെയല്ലല്ലോ, അങ്ങനെ നോ പോലീസ് എവറിത്തിങ് ഈസ് ഇല്ലീഗൽ. എന്തെങ്ങനെയാണ് ഇതിന് മറ്റേ കൂടെ ട്രെയിനാട്ടോ കാശ് പോകുന്നത്. ബെൻസിൻ്റെ ട്രക്ക്, അത് വേസ്റ്റ് കൊണ്ടുപോകണ വണ്ടിയാണ്. നല്ല നാട്ടം, നാട്ടിൽ ചാണാൻ വണ്ടിയെ കൊണ്ടുപോകണത്. ഇത് ഞാൻ വന്നിട്ടിരുന്ന ജിമ്മായിരുന്നു, ജിം ഗ്രൂപ്പ്.
വന്നൊന്നും ഉണ്ടാവേ, പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചാവും. നോക്കട്ടെ. പക്ഷെ എന്തോരം ഫ്ലാറ്റാ. 1 day മേഡ് അല്ല, ഫ്ലാറ്റ് മേടിക്കണമല്ല കേട്ടോ, അവിടുത്തെ ഒരു മുറിയിൽ താമസിക്കണമെന്നുണ്ട്. 1 day ഞാൻ ചത്തു പോകുന്ന തോന്നുന്നു. അടി പോയത് അളി ഞാൻ പോകട്ടെ. മാറി കിടന്ന് അടിയുണ്ടാക്കും. ലൈറ്റ് എഴുന്നിട്ടില്ല, പക്ഷെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു. പോകാം. ിക്കകത്ത് ബാഗിനകത്ത് ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് ചില്ലിങ്. ഏത് ഇവിടെ പാർക്കാണ്, സ്കൂള്, ഏതാണ്ട് ചെറിയ പിള്ളേരുടെ സ്കൂളും ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇവരെ വരെ കോട്ടൊക്കെ ഇട്ട് ഇവിടെ നിർത്തിക്കണം. അയ്യോ, വന്യായ തിരക്ക്. കുറച്ച് പവർ കുറയ്ക്കാം, അല്ലെങ്കിൽ ഞാറയിൽ കൊണ്ടൊക്കെ കയറിയിട്ട് എങ്ങനെ പോകും. സോറി ഗായ്സ്. അവിടെ മുട്ടം തിരക്കാ. പയ്യപ്പോ പിള്ളേരുള്ള സ്ഥലം. സമ്മറായി, മൊത്തത്തിൽ എല്ലാവരും ചില്ല് ചെയ്യാൻ തുടങ്ങി. അതല്ല ഞാൻ പറഞ്ഞില്ലേ, പിള്ളേരുണ്ട്. പയ്യെ പോണം. ഞാൻ പറഞ്ഞില്ലേ, കണ്ടില്ലേ, നമ്മളൊന്നും ചെയ്യണം. നമ്മളെ നിശ്ചയത്തായിട്ട് വന്ന് കയറിക്കോളും. പിന്നെ ഇതിൻ്റെ പുറകെ വള്ളി പിടിച്ച് പോകുന്നത് നമ്മൾ. ഗായ്സ്, ഇതൊരു കുഞ്ഞങ്കാട്ടിലേക്കാട്ടോ ഗായ്സ്. കാണുന്നുണ്ടോ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്? ഇല്ല, അവിടെ ആൾക്കാരൊക്കെ വന്ന് ചില്ലായുണ്ട്. ഒരു താറാവൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിൽ സെയിം താറാവ്. പക്ഷെ അല്ല, ഇതിനൊന്നൊരു കളറുണ്ട് നല്ല. ആഹാ, എന്ത് പ്രകൃതി രമണി. ഞാൻ എന്ത് വ്യാളി ചെറുക്കനാന്ന് ആലോചിക്കണം. ഇപ്പം ഇതൊക്കെയാണ് സന്തോഷം. നാട്ടിലെ പാട്, പച്ചപ്പ്, ഹരിതാപം. ആ സൈക്കിളിൽ ബെല്ലില്ലാത്തൊരു വലിയൊരു ചടങ്ങാണ്. ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കാരണം ബ്രേക്ക് പിടിക്കുമ്പോൾ ഉള്ള ഒച്ച വെച്ചവന്മാരെ കേൾപ്പിച്ചാണ് ഞാനിപ്പോൾ മാറ്റണം. സൂക്ഷിച്ചൊന്നും പോയാലൊന്നുണ്ടെങ്കിൽ പണി. അതെ, ഇതാണ് ഞാൻ പറഞ്ഞ ലൈവ് ബൈക്ക്. ഇതിപ്പോൾ ലോക്കാണ്, നമുക്ക് വെറുതെ എടുത്ത് ചവിട്ടാനൊന്നും പറ്റത്തില്ല. നമ്മൾ ആപ്പിൽ കയറി സൈൻ ഇൻ ചെയ്യുമ്പോൾ ഓരോ GPS ഒക്കെ അതിനകത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് ഈ സൈക്കിൾ ഇങ്ങനെ വെച്ചേക്കണമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അടുത്ത് പോവുക, അത് അൺലോക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ചവിട്ടാൻ പറ്റുള്ളൂ. ടെക്നോളജി സാധനം നാട്ടിൽ കൊണ്ടൊന്നും സെറ്റാണ്, പക്ഷേ നല്ല ഫണ്ട് ചിലവാകും. ഇത്രയും ടെക്നോളജി ഉള്ള ഒരു സൈക്കിളാണ്. അപ്പോൾ ഒരെണ്ണത്തിന് തന്നെ അത്യാവശ്യം ഫണ്ട് വരും. അപ്പോൾ എത്ര എണ്ണം നമ്മൾ ഇറക്കണം എല്ലാവർക്കും കൂടി. എനിക്കിവിടെ നിന്ന് വളയണമല്ലോ. അത് നമ്മൾ വീടിൻ്റെ അടുത്ത് എത്താറായി. എന്തോ ആംബുലൻസ് ഒക്കെ കിടപ്പുണ്ട്. ഈ വഴിയിൽ കൂടി പോണത് ആരെങ്കിലും വല്ലോ അടിച്ചു പോയി കാണും ഇതിൻ്റെ ഇടയ്ക്ക്. അതായിരിക്കും ആംബുലൻസ് ഒക്കെ. കണ്ടല്ലേ, നല്ല സ്ഥലമല്ലേ? സ്ഥലമാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. ഇവിടുത്തെ സാധനമൊക്കെ ഇത് താഴെ കിടപ്പുണ്ട്. അരക്കൽ മണി എടുക്കാട്ടോ. അപ്പോൾ നമ്മളിത് വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇനി കുളിക്കണം, കഴിക്കണം, ബാക്കി പരിപാടിയൊക്കെ. ഇനി ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പയ്യടാവേ. ഞാൻ കിടന്നുറക്കാൻ പോയി. അപ്പോൾ നമുക്ക് പിന്നെ അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് കാണാം. അപ്പോൾ ശരി, എന്നാൽ ബൈ.